അനധികൃത ബംഗ്ലാദേശി കുടിയേറ്റക്കാർക്കെതിരെ കടുത്ത നടപടിയുമായി ആഭ്യന്തര മന്ത്രാലയം. ഡൽഹിയിൽ മണ്ഡവാലി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ 6 അനധികൃത കുടിയേറ്റക്കാരെ അറസ്റ്റ് ചെയ്തു. ഇവരെ നാടുകടത്താൻ നടപടി ആരംഭിച്ചതായി പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം പരിശോധന കർശനമാക്കാൻ സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നിർദ്ദേശം നൽകി. ജിഷ്ണു കൃഷ്ണൻ ചേരുന്നു വിവരങ്ങളുമായി. ജിഷ്ണു, ഈ റിപ്പോർട്ടിന്റെ കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ദേവിക, ബംഗ്ലാദേശി അനധികൃത കുടിയേറ്റക്കാരെ കണ്ടെത്തുന്നതിന് രാജ്യവ്യാപകമായുള്ള പരിശോധന നടത്തുകയാണ്. നേരത്തെ IB റിപ്പോർട്ട് ആഭ്യന്തര മന്ത്രാലയത്തിന് നൽകിയിട്ടുള്ളത് പശ്ചിമ ബംഗാളിൽ ഉൾപ്പെടെ പല സംസ്ഥാനങ്ങളിലും സംഘർഷങ്ങൾ ഉണ്ടാകുന്നതിനും ഒപ്പം പശ്ചിമ ബംഗാളിൽ നടന്നിട്ടുള്ള ഹിന്ദു വിരുദ്ധ കലാപത്തിലും മറ്റ് സംസ്ഥാനങ്ങളിൽ നടക്കുന്ന പല രീതിയിലുള്ള സംഘർഷങ്ങളിലും ബംഗ്ലാദേശിൽ നിന്നുള്ള അനധികൃത കുടിയേറ്റക്കാർ കാരണമാകുന്നുണ്ട് എന്ന റിപ്പോർട്ട് IB നൽകിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു മാസത്തിന് മുൻപേ തന്നെ ഇത്തരത്തിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം എല്ലാ സംസ്ഥാനങ്ങൾക്കും അനധികൃത ബംഗ്ലാദേശി കുടിയേറ്റക്കാരെ കണ്ടെത്തുന്നതിനും അവരെ കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് നാടുകടത്താൻ നടപടി സ്വീകരിക്കണം എന്ന കർശന നിർദ്ദേശം നൽകിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ അനധികൃത ബംഗ്ലാദേശി കുടിയേറ്റക്കാരെ കണ്ടെത്തുന്നതിനുള്ള പരിശോധനകൾ തുടരുകയാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഡൽഹിയിൽ മണ്ഡവാലി പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് 6 സ്ത്രീകളെ, ബംഗ്ലാദേശി പൗരന്മാരായിട്ടുള്ള 6 സ്ത്രീകളെ കണ്ടെത്തിയിട്ടുള്ളത്. ഇവർ മതിയായ രേഖകളില്ലാതെയാണ് രാജ്യത്തെത്തിയിട്ടുള്ളത്. നിലവിൽ ഡൽഹി പോലീസ് നൽകുന്ന വിവരം ഇവരെ കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട വിദേശകാര്യ മന്ത്രാലയവുമായി ബന്ധപ്പെട്ട നാടുകടത്തൽ നടപടി സ്വീകരിക്കും എന്നുള്ളതാണ്. ഡൽഹിയിൽ ഇതിനോടകം തന്നെ 2000-ലധികം അനധികൃത ബംഗ്ലാദേശി കുടിയേറ്റക്കാരെ ഇത്തരത്തിൽ കണ്ടെത്തി നാടുകടത്തിയിട്ടുണ്ട്. ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ VK സക്സേനയുടെ നിർദ്ദേശപ്രകാരമാണ് ഇത്തരത്തിലുള്ള പരിശോധന നടത്തുന്നത്. കഴിഞ്ഞ ദിവസം ഗുജറാത്തിൽ സംസ്ഥാന വ്യാപകമായി ഇത്തരത്തിൽ പരിശോധന നടത്തുകയും 1000-ലധികം അനധികൃത ബംഗ്ലാദേശി കുടിയേറ്റക്കാരെ കണ്ടെത്തുകയും ബംഗ്ലാദേശി കുടിയേറ്റക്കാർ താവളമാക്കിയിട്ടുള്ള ചന്ദോളി മേഖല പൂർണ്ണമായും JCB ഉപയോഗിച്ച് ഇടിച്ചു നിരത്തുകയും ചെയ്തിരുന്നു. അത്തരത്തിൽ എല്ലാ സംസ്ഥാനങ്ങളിലും, ഗുജറാത്തിലും ഡൽഹിയിലും അസം ഉൾപ്പെടെയും വടക്കിഴക്കൻ മേഖലയിലും വിവിധ സംസ്ഥാനങ്ങളിൽ ഇത്തരത്തിൽ അനധികൃത ബംഗ്ലാദേശി കുടിയേറ്റക്കാരെ കണ്ടെത്തുന്നതിനും വിദേശകാര്യ മന്ത്രാലയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരെ നാടുകടത്താനുമുള്ള നടപടി പുരോഗമിക്കുകയാണ്. ഇതിനിടയിൽ ഇത്തരത്തിലുള്ള പരിശോധന കർശനമാക്കാൻ സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ദേവിക.